ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പപ്പട കട്ട്ലേറ്റ് ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും പപ്പടം എവിടെയെന്ന്. നമ്മൾ മധുരക്കിഴങ്ങ്, ഞാൻ പറയാട്ടോ പപ്പടം ഇതിലെവിടെയാണ് വന്നതെന്ന്. മധുരക്കിഴങ്ങ് വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ. അത് പുഴുങ്ങിയെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കാനാണെങ്കിൽ നമ്മൾ ആവിയിൽ മതി. ഇത് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്താണ്. എന്നിട്ട് ഈ തൊലിയൊക്കെ കളയാം. ഇത് മൊത്തം കളയണം, ബോറടിക്കും. ഇത് ഇങ്ങനെ ആക്കി എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് പ്രസ് ചെയ്യുക. അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണം. ഭയങ്കരമായിട്ട് വാട്ടിയെടുക്കണ്ട, ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കിക്കോ. കുറച്ച് മാത്രം ഉപ്പിടാവോ, അതിന് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ട, നന്നായിട്ട് അതൊന്ന് കൈ കൊണ്ട് ഇളക്കി 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 കൊടുക്കുക. തീ കൂട്ടിയിട്ടാണ് ഞാനത് ഇളക്കിയേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതൊന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ കണ്ട മഞ്ഞൾപ്പൊടി, ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഞാൻ മസാലപ്പൊടി അന്വേഷിച്ചതാണ്, ഗരം മസാല, പക്ഷേ കേട് വന്നു പോയി. അതുകൊണ്ട് ഞാൻ കുരുമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗരം മസാലയും കൂടി ഇടാം കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി നേരത്തെ മാറ്റി വെച്ച ആ മധുരക്കിഴങ്ങില്ല അതിൽ കൂടി ഇടാം. ശേഷം നമ്മളിപ്പോൾ ഒരു മിക്സ് ചെയ്യാൻ പോണ സാധനം കണ്ട, പപ്പടം. ഇതിൽ കൂടെ നമ്മൾ പപ്പടം ഇടും. പപ്പടം കുറച്ച് ഏറെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അല്ല, കുറച്ചും കൂടി ഇടും ഞാൻ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. നമ്മുടെ കൈ വെച്ച് ചെയ്താൽ മതി. ശേഷം ഞാൻ ഒരു ലവ് മോഡലിലൊക്കെ കുഴച്ച് വെച്ചിങ്ങനെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് ഞാൻ കാണിക്കണേ കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള സ്നേഹമാണ്. ഞാൻ ലവ് ഷേപ്പിലൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിലെടുത്ത്, അത് ആ ഷേപ്പിലെടുത്തിട്ട് പൊടിഞ്ഞു പോണ്, നമുക്ക് വന്നില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നോർമലായിട്ട് കിട്ടണത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട്, പിന്നെ നമ്മൾ മുട്ടയിൽ ആ ഒരു ഇതൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഇത്തിരി ഉപ്പ്, കാരണം പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട്, പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച, ഞാൻ വെളിച്ചെണ്ണ ആണ് എടുത്തേക്കണം, വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് സിമ്മിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. വേവിക്കല്ല, ഒന്ന് ഇതാക്കണം. എനിക്കൊരു വിരുന്നുകാരി വന്നതുകൊണ്ട് കുറച്ച് കരിഞ്ഞിട്ടില്ല. കരിഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കരിഞ്ഞിട്ടില്ല. അത് നന്നായിട്ട് തന്നെ വന്ന് കണ്ട, കരിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് തോന്നണേണ്, കരിഞ്ഞിട്ടില്ല. സത്യമായിട്ടും കരിഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പപ്പടം വെച്ചിട്ട് മധുരക്കിഴങ്ങിൽ പപ്പടും ആ ഒരു ഉപ്പ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം മധുരവും ഉപ്പും കൂടെ കണ്ട, കരിഞ്ഞിട്ടില്ല.